അവർ ഇജ്മാ ആയിട്ട് ഐക്യകണ്ഠേന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കാര്യത്തിൽ കുറിച്ച് നമ്മൾ സംശയിക്കാനേ പാടില്ല. ഈ മാനദണ്ഡങ്ങളൊന്നും നോക്കാതെ, ഖുർആനിൽ വ്യാഖ്യാനം എന്തെന്ന് നോക്കാതെ, ഹദീസിൽ നോക്കാതെ, സഹാബത്തിനെ നോക്കാതെ, താബിഈങ്ങളെ നോക്കാതെ, സ്വന്തം ഇഷ്ടപ്രകാരം ആയത്തോതിയിട്ടങ്ങനെ വ്യാഖ്യാനം പറഞ്ഞാൽ വഅമ്മാ തഫ്സീറുൽ ഖുർആനി ബിമുജറദിർ റഅയി ഫഹറാം, അത് ഹറാമായ സമ്പ്രദായമാണ്. കാരണം എന്താ? അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, മൻ ഖാല ഫിൽ ഖുർആനി ബിറഅയിഹി, ആരെങ്കിലും ഖുർആനിൽ അവന്റെ സ്വന്തം അഭിപ്രായ പ്രകാരം അർത്ഥം പറഞ്ഞാൽ, ഔ ബിമാ ലാ യഅലമു, അല്ലെങ്കിൽ വിവരമില്ലാതെ ഖുർആനിലില്ലാത്തത് പറഞ്ഞാൽ, ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ, നരകത്തിൽ അവന്റെ ഇരിപ്പിടം അവൻ എത്രയും വേഗം റിസർവ് ചെയ്തു കൊള്ളട്ടെ. ഖുർആനിലില്ലാത്തത് പറയാനൊക്കെ മഹാന്മാർക്ക് വലിയ പേടിയായിരുന്നു. ഇന്നിപ്പോ ആർക്കും ഒരു പേടിയില്ലല്ലോ. നിങ്ങൾ വാദപ്രതിവാദത്തിൽ എവിടെയെങ്കിലൊക്കെ ചോദിച്ചു നോക്ക്, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ ഖുർആനിൽ തെളിവുണ്ടോ? അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാനും ഇസ്തിഗാസ നടത്താനൊക്കെ തെളിവുണ്ടോ? വെച്ചാൽ കൊട്ടക്കണക്കിന് ആയത്തിനെ ഓതും. കാന്തപുരം മുസ്ലിയാർ കൊട്ടപ്പുറം സംവാദത്തിൽ വെച്ച് പറഞ്ഞതെന്താണെന്നറിയോ? അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഖുർആനിൽ തെളിവുണ്ടോന്നാണ് മൗലവിയുടെ ആനത്തല പോലത്തെ ചോദ്യം. ഞാൻ ധാരാളം ആയത്തുകൾ ഞാൻ ഓതിയിട്ടുണ്ട്. എന്തിന്? അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാനേ. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി ധാരാളക്കണക്കിന് ആയത്ത് ഞാൻ തന്നെ ഓതിയിട്ടുണ്ട് എന്ന് മൂപ്പര് ഊറ്റം കൊണ്ട വാദപ്രതിവാദമാണ് കൊട്ടപ്പുറം സംവാദം. നോക്കൂ നിങ്ങൾ, അള്ളാന്റെ ഖുർആനിൽ ഇല്ലാത്ത അർത്ഥം പറയും, യാതൊരു പ്രയാസമല്ല. അതേ അവസരത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത് നോക്കൂ, മഹാനവറുകളോട് അതാ ഖുർആനിന്റെ ഒരു കാര്യത്തെ സംബന്ധിച്ച് ചോദിക്കുമ്പോ അറിവില്ലാത്ത ഒരു കാര്യത്തെപ്പറ്റി പറയാൻ അവർക്കുണ്ടായിരുന്ന പേടി നോക്കൂ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, അയ്യു അർളിൻ തുഖില്ലുനി വ അയ്യു സമാഇൻ തുദില്ലുനി ഇദാ ഖുൽതു ഫീ കിതാബില്ലാഹി ബിമാ ലാ അഅലമു. എനിക്കറിവില്ലാത്തത് ഞാൻ അള്ളാന്റെ കിതാബിനെ സംബന്ധിച്ച് പറഞ്ഞു പോയാൽ ഏത് ഭൂമിയാണ് എന്നെ വഹിച്ചു നടക്കുക, ഏതാകാശമാണ് എനിക്ക് തണൽ നൽകുക, ആരുണ്ട് എന്നെ സഹായിക്കാൻ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഭയത്തോടുകൂടെ പറയുന്നു. നോക്കൂ, അവരൊക്കെ ഖുർആൻ കൈകാര്യം ചെയ്തപ്പോ വളരെയേറെ ഭയത്തോടുകൂടെയാണ് കൈകാര്യം ചെയ്തത്. പക്ഷേ ഇന്നിതാ ജൂതക്രിസ്തീയ പാതിരിമാരെ പോലെ അള്ളാന്റെ ആയത്തോതിയിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം വ്യാഖ്യാനം കൊടുത്തിട്ട് പിഴച്ചു പോകുന്ന കക്ഷികളുടെ എണ്ണം നാൾക്ക് നാൾ കൂടി വരുന്നു. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിലെ ഒരു വചനം, വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാനി ഫൽയസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബിഹി ലഅല്ലഹും യർശുദൂൻ. എന്താ അവിടെ അല്ലാഹു പറയുന്നത്? അള്ളാഹു അവിടെ പറയുന്ന കാര്യം എന്താണ്? വഇദാ സഅലക ഇബാദി, എന്റെ അടിമകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ, അഥവാ അള്ളാന്റെ റസൂലിനോട് പോയിട്ട് ചില ആളുകൾ ചോദിച്ചു, നമ്മുടെ അള്ളാഹ് എങ്ങനെയാണ്? അള്ളാന്റെ അടുത്തേക്ക് നമ്മൾ ഉറക്കെ പറയണോ? പതുക്കെ പറഞ്ഞാൽ കേൾക്കോ? ഉറക്കെ തന്നെ പ്രാർത്ഥിക്കണം എന്നുണ്ടോ? എന്നൊക്കെ പറഞ്ഞ് പലതും അള്ളാഹുവിങ്കലേക്ക്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോഴുള്ള നിയമങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോ അതിനല്ല കൊടുക്കുന്ന മറുപടിയാണ് ഫഇന്നീ ഖരീബ്, ഞാൻ ദൂരത്തൊന്നുമല്ല, ഞാൻ വളരെ അടുത്തവനാണ്. ഉജീബു ദഅവത്തദ് ദാഇ, വിളിക്കുന്നവന്റെ വിളിക്ക് ഞാൻ ഉത്തരം കൊടുക്കും. ഇദാ ദഅാൻ, അവൻ എന്നെ വിളിച്ചാൽ. ഈ ആയത്തിൽ ഇപ്പൊ എന്താ നേർക്ക് നേരുള്ളത്? അള്ളാന്റെ റസൂലിനോട് പോയിട്ട് ആളുകൾ ചോദിച്ചു, അള്ളാനെ പറ്റി ചോദിച്ചു. അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കെ തന്നെ പറയണോ, അതോ പതുക്കെ പറഞ്ഞാലും അള്ള കേൾക്കോ? അപ്പൊ അള്ളാന്റെ റസൂലിനോട് പഠിപ്പിക്കാൻ അള്ള ഏൽപ്പിക്കുകയും ചെയ്തു. എന്ത്? ഫൈനി ഖരീബ്, ഞാൻ വളരെ സമീപസ്ഥനാണ് നബിയെ, ഇവരെ ഉറക്കെയൊന്നും പറയണ്ട, അവരുടെ എല്ലാം ഞാൻ അറിയുന്നവനാണ്, ഞാൻ അവരോട് അടുത്തവനാണ്, അതുകൊണ്ട് അവർക്ക് എപ്പോഴും എന്നോട് പ്രാർത്ഥിക്കാം. സ്ഥലം പ്രശ്നമല്ല, കാലം പ്രശ്നമല്ല, ഉറക്കെ പതുക്കെ എന്നത് പ്രശ്നമല്ല, എപ്പോ വിളിച്ചാലും ഞാൻ കേൾക്കും. എനിക്കങ്ങനത്തെ ഒരു വിഷയമില്ല, എല്ലാം എനിക്ക് കഴിയുന്നവനാണ്. ഏത് വിളിക്കുന്നവന്റെ വിളിക്കും കേട്ടുത്തരം കൊടുക്കാൻ ഞാൻ സന്നദ്ധനാണ്, എനിക്ക് കഴിയും. ഇത്ര തങ്കപ്പെട്ട തൗഹീദ് പറയുന്ന ആയത്ത് ജൂത പുരോഹിതന്മാരുടെ അതേ പാരമ്പര്യം പിൻപറ്റിക്കൊണ്ട് നമ്മുടെ കേരളത്തിൽ ദുർവ്യാഖ്യാനിച്ചു ഒരു പുരോഹിതൻ, ഒരു മുസ്ലിയാർ ദുർവ്യാഖ്യാനിച്ചു. നിങ്ങൾ കേട്ടോ, അയാൾ ഇതിന് കൊടുത്ത അർത്ഥം എന്താണെന്നറിയോ? ഇയാൾ ഈ ആയത്തോതിയിട്ട് പറയാണ്, ഇത് ആളാരാന്നറിയോ? ബാങ്കിലെ പലിശയല്ല എന്ന് പറഞ്ഞ മുസ്തഫൽ ഫൈസി. ആളെ പറഞ്ഞില്ലെങ്കിൽ മനസ്സിലാവില്ലല്ലോ. അയാൾക്ക് ഖുർആൻ വ്യാഖ്യാനം എഴുതാനൊരു പൂതി ഉണ്ടായത് എപ്പോഴാണെന്നറിയോ? മുഹീദ്ദീൻ മാലിക് വ്യാഖ്യാനം എഴുതിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ
മുഹീദ്ദീൻ മാലിക് വ്യാഖ്യാനയിലിങ്ങനെ ഇരിക്കുമ്പോൾ മൂപ്പർക്ക് തോന്നി അതിന്നാണ് ഒരു ഉൾവിളി, ഖുർആനും കൂടി ഒന്നാണ് വ്യാഖ്യാനിച്ചാൽ എന്താണ്? നല്ല തോന്നലാണല്ലോ, നല്ല നേരത്താ തോന്നിയത്. ഖുർആന് വ്യാഖ്യാനം എഴുതാൻ തോന്നിയത് ആ അഭിശപ്തമായ ആ മാലക്ക് വിശദീകരണം കൊടുക്കുമ്പോഴാണ്. മനസ്സിലാക്കണം. എന്നിട്ടോ മൂപ്പര് കൊടുക്കുന്ന അർത്ഥം കേട്ടോളൂ. ഈ ആയത്തിന് ഇനി മൂപ്പര് മനസ്സിലാക്കിയത് എങ്ങനെയെന്ന് പറഞ്ഞോളൂ, കേട്ടോളൂ. ഈ സൂക്തം തന്നെ പറയുന്നത് അല്ലാഹുവുമായി അടുക്കാൻ പ്രവാചകനെയാണ് ആദ്യം സമീപിക്കേണ്ടത് എന്നാണ്. നമ്മിൽ പലരും ഇത് ചിന്തിക്കാറില്ല. ഈ ആയത്തുകൊണ്ട് മൂപ്പർക്ക് തിരിഞ്ഞതാ. അത് മൂപ്പർക്ക് മനസ്സിലായതെന്താ? ഈ സൂക്തം തന്നെ പറയുന്നത് അല്ലാഹുവുമായി അടുക്കാൻ പ്രവാചകനെയാണ് ആദ്യം സമീപിക്കേണ്ടത് എന്നാണ്. കേൾക്കുമ്പോൾ നമുക്ക് വലിയൊരു ഗൗരവം തോന്നൂല. ഇത് അള്ളാന്റെ റസൂലിന്റെ അടുത്തേക്ക് പോയിട്ട് ആദ്യം പറഞ്ഞാട്ട് അള്ളഹാനോട് പറഞ്ഞാലേ അള്ള കേൾക്കുള്ളൂ എന്നായി പറഞ്ഞു വരുന്നത്. നിങ്ങൾക്കൊരു കാര്യം പറയാണ്ടെങ്കിൽ ആദ്യം അള്ളാന്റെ റസൂലിനെ വിളിച്ച് പറയണമെന്ന്. യാ റസൂലല്ലാ, ഞാൻ പാപിയാണ്, പാപം പൊറുക്കണം, രോഗിയാണ്, ശമനം വേണം, ഓരോ കാര്യത്തിന് അള്ളാന്റെ റസൂലിനോട് പറയണം. എന്നിട്ട് അള്ളഹാനോട് പറയുന്നവർക്കേ ഉത്തരം കിട്ടൂന്ന് പറയാനാണ് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി മൂപ്പര് വ്യാഖ്യാനിച്ചു കൊണ്ടുവരുന്നത്. ഇനി കേട്ടോ മൂപ്പരുടെ ബാക്കി വ്യാഖ്യാനം കൂടി കേട്ടോ. മൂപ്പരുടെ തെളിവെന്താ? എന്റെ അടിമകൾ താങ്കളോട് ചോദിച്ചാൽ വഇദാ സഅലക എന്നല്ലേ ഖുർആനിലുള്ളത്. നേരത്തെ ഖവാരിജ് ആയത്തോതിയതുപോലെ, ഹദീസ് സകാത്ത് നിഷേധി ആയത്തോതിയതുപോലെ, ഹദീസ് നിഷേധി ആയത്തോതിയതുപോലെ ഇതാ ഈ മുസ്ലിയാർ ചോദിക്കുകയാണ്, ഖുർആനിൽ എന്താ ഉള്ളത്? എന്റെ അടിമകൾ താങ്കളോട് ചോദിച്ചാൽ എന്ന പ്രയോഗത്തിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നത്. ഇനി കേട്ടോ, എന്താ മനസ്സിലാകുന്നത്? അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകൾ നബിയോട് ചോദിക്കും എന്നാണ്. അള്ളാന്റെ യഥാർത്ഥ അടിമകൾ ആരോടാ ചോദിക്കുക? നബിയോടാണ് ചോദിക്കുക. അങ്ങനെ ചോദിക്കാത്തവർക്ക് അടുപ്പമോ ഉത്തരമോ ലഭിക്കില്ല എന്ന് തന്നെ ഇതിൽ വ്യക്തമാകുന്നു. അപ്പൊ ഒരു കാര്യത്തിന് അള്ളാനോട് തേടുന്നതിന്റെ മുമ്പ് എന്ത് വേണം? റസൂലുള്ളാഹിനോട് തേടണം. റസൂലുള്ളാഹിനോട് പറയണം, പാപം ചെയ്താൽ ആദ്യം വിളിക്കണം മദീനത്തേക്ക്, യാ റസൂലല്ലാഹ് ഞാൻ പാപം ചെയ്തിരിക്കുന്നു. എന്നിട്ട് അള്ളാഹിനോട് പറയണം. അങ്ങനെ ചോദിക്കാത്തവർക്ക് അള്ളാഹുവിനോട് അടുപ്പമോ ഉത്തരമോ ലഭിക്കില്ലെന്ന് തന്നെ ഇതിൽ വ്യക്തമാകുന്നു. ഇയാളുടെ ഖുർആൻ വ്യാഖ്യാനം എന്ന പേരിൽ ഇറങ്ങിയിട്ടുള്ള ആ കൃതിയിലെ 3-ാം വാല്യം 267-ാമത്തെ പേജിൽ നിന്നാണ് ഈ വായിച്ചത്. മനസ്സിലാക്ക്. അള്ളാഹുടെ ഖുർആൻ ഇല്ലാത്ത അർത്ഥം വെക്കുക. അക്ഷരഭേദം വരുത്താൻ കഴിയില്ല എന്ന് വന്നപ്പോ ആശയത്തിന് ഭേദം വരുത്താണ്. ഇങ്ങനെ എത്രയെത്ര ആയത്തുകൾ വിശദീകരിക്കാൻ നിന്നാൽ ധാരാളമുണ്ട്. ധാരാളക്കണക്കിന് ആയത്തുകൾ ഇങ്ങനെ ഇവർ വിശദീകരിച്ചിട്ടുണ്ട്.